കഴിഞ്ഞ കറി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചതുകൊണ്ട് ഇത്തവണയും മീൻ കറി എൻ്റെ അടുത്ത് തന്നെ വയ്ക്കാൻ പറഞ്ഞു. ആദ്യം ഒന്നും മടിച്ചെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കഴിവ് തെളിയിക്കാൻ സമയമായി. അങ്ങനെ നേരെ മീനൊക്കെ കട്ട് ചെയ്തങ്ങ് വെച്ചിട്ട് 3 ഇതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. കാരണം കുറച്ചെടുത്ത് കറി വയ്ക്കാനും കുറച്ച് വറുക്കാനും പിന്നെ അതിൻ്റെ തലയൊക്കെ ഒന്ന് വറ്റിക്കാനും. ചൂര ആയതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് വറുത്തരച്ച് കറി വയ്ക്കാൻ വിചാരിച്ച്. എന്നിട്ട് തേങ്ങയൊക്കെ നല്ലപോലെ വറുത്തരച്ച് മാറ്റി വെച്ചിട്ട് ആ ഒരു ചട്ടിയിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തേട്ടാ. പിന്നെ നേരത്തെ തണുത്തത് ആ ഒരു തേങ്ങ നല്ലപോലെ അരച്ചെടുത്തു. കഴിഞ്ഞ കറിയിൽ എന്നെ സഹായിച്ച എൻ്റെ തക്കാളിയും എൻ്റെ മുളകിനെയും ഞാൻ മറന്നില്ല കേട്ടോ, ഈ കറിയിലും ഇട്ടേട്ടാ. കറിയൊക്കെ ഒന്ന് തിളച്ച് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേറെ ചട്ടിയിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ വറുത്ത് അതിനകത്ത് കുറച്ച് പുളിവെള്ളം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിനകത്ത് നമ്മളെ തലയും മുള്ളും ഇതെല്ലാം കൂടെ എടുത്ത് വറ്റിക്കാൻ വേണ്ടി വെച്ചേട്ടാ. ആ സമയത്ത് തന്നെ ലല്ലു എനിക്കൊരു ഐസ്ക്രീം കൊണ്ടുവന്നു. ഈ ഒരു ചൂട് സമയത്ത് ഇത്രയും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഐസ്ക്രീമും കൂടെ കിട്ടിയപ്പോൾ എന്തോ ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച് എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു. എല്ലാവരും അത്ര നല്ല അഭിപ്രായം പറഞ്ഞില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.